തട്ടത്തിലെ തഞ്ചത്തിലെ തന്നിട്ട് പോയതെന്ത് തഞ്ചത്തിലെ നെഞ്ചിൽ ഹിജാബു നീ തള്ളി മറിച്ചിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തിലെ തട്ടത്തിലെ തന്നിട്ട് പോയതെന്ത്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഐഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്കും സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ റാഹത്തായിട്ടിരിക്കുന്നു. കുറേ ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ചുമ്മാ ഓരോ തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാച്ചിലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ ഇതാ ഇങ്ങനെ എത്രത്തോളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പെരുന്നാളും റംസാനും എല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് കരുതുന്നു കേട്ടോ. ചിലരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ചിലരുടെ വീഡിയോ ചില ടൈമിൽ കാണാനും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഇന്ന് എവിടേക്കും പോയിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മക്കൾസൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പാടും തോടും ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പെരുന്നാളും കഴിഞ്ഞു. അപ്പോൾ മദർസയും തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും തിരക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇല്ലേ, നല്ല അടിപൊളി ഒരു നമ്മുടെ കുമ്പളങ്ങ കൂട്ടാനാണ് കേട്ടോ. ഞങ്ങളിവിടെ തനി നാടൻ കുമ്പളങ്ങ കൂട്ടാൻ എന്ന് പറയും പെരുന്നാളായാൽ. അപ്പോൾ ഇതാ ഞാനില്ലേ തനി ഇളവക്കുമ്പളം എന്നറിയില്ലേ, അങ്ങനെ എന്താ പറയും കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് മുറിച്ചെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലും എല്ലാ നാട്ടിലുള്ള കറികളൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളായിട്ടേ സർപ്രൈസായിട്ടേ നമുക്കിന്ന് ഒരു എന്ത് കിട്ടിയിട്ടുണ്ടായി, ഒരു പൊതിച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ സന്തോഷമായി കേട്ടോ. ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ സർപ്രൈസായിട്ട് ആരും തന്നെ ഒന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സർപ്രൈസ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടേ. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടേതാ തനി നാടൻ കുമ്പളങ്ങ കൂട്ടാനില്ലേ, ഞങ്ങൾ കൂട്ടാൻ കറി എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതാ കിട്ടിയ സർപ്രൈസ് പൊരിച്ചോറ് കേട്ടോ. എല്ലാവരും പെരുന്നാള് അടിച്ചു പൊളിച്ചോ. അപ്പം ഇന്ന് നമ്മളപ്പുറത്ത് താത്താന്ന് പറഞ്ഞിട്ടൊരു താത്തുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പം അവിടെ നമ്മൾക്ക് സർപ്രൈസായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തിന്നു നോക്കാം കേട്ടോ. പൊതിച്ചോറാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അപ്രേഷനൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇതാ തൊട്ടടുത്ത വീട്ടിൽ നിന്നില്ലേ, തൊട്ടടുത്ത വീട്ടിൽ താത്ത കൊണ്ട് നന്നിട്ട് സർപ്രൈസായിട്ടുള്ള പൊതിച്ചോറാട്ടോ. ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. കൂട്ടാനും ഉപ്പേരിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് പൊതിച്ചോറ് കിട്ടിയതും. മക്കളസിന് എന്തോ ഒരു വല്ലാത്തൊരു കൊതി തോന്നിയ ദിവസം വല്ലാത്തൊരു സർപ്രൈസായിട്ട് ഒരു പൊതിച്ചോറ് കിട്ടി. അപ്പോൾ അതിൽ ഓംലേറ്റും മീൻ വറുത്തതും പിന്നെ ചമ്മന്തിയും നല്ല അട്ടിപ്പൊളി ചോറും പിന്നെ ഉപ്പേരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ സന്തോഷമായി കേട്ടോ. പക്ഷേ കൊച്ചൂസിന് അങ്ങനെ ചോറൊക്കെ വേണം, അത് കണ്ടാലുള്ള ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ കഴിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് അയില പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പൊള്ളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതവർക്ക് സ്വത്തൂസിന് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടം. അയില കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറയും ഉമ്മച്ചി എനിക്കിത് ഉണ്ടാക്കി തരണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഞാനും മക്കളസും കൂടിയിട്ട് ചോറൊക്കെ തിന്നിട്ടോ. നേരത്തെ തന്നെ അന്ന് ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഈ ഒരു വളപ്പിലുണ്ടായ നല്ലൊരു കുന്നവായക്കൻ്റെ പഴം കേട്ടോ, അതും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും സന്തോഷത്തോടെ അങ്ങനെ പോയിട്ടോ. അപ്പോൾ മക്കൾസേ നമുക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ ചെറിയ ഗിഫ്റ്റും അല്ലെങ്കിൽ സർപ്രൈസായിട്ട് എന്തെങ്കിലും കിട്ടിയാലും അത് വലിയ സന്തോഷത്തിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരുന്നാളും പിന്നെ ആഘോഷങ്ങളും ഒന്നും ഞാനധികം വീഡിയോ എടുത്തിട്ടില്ല. പെരുന്നാൾക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ എല്ലാം എന്നത്തെയും പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾസ് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും വാ വരുന്നു ഈ വരുന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാടത്തേക്കൊക്കെ പോയ വീഡിയോസാണ്.
അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോയപ്പോൾ ഇതാ ഇവിടെ ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൽ ആൾ താമസമായിട്ടില്ല. ഇവിടെ ഞങ്ങൾ പയറൊക്കെ പൊടിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.